ഹായ്. നമ്മുടെ SBA ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും അല്ലേ? നമ്മളെല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ പല കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ അതിന് എത്ര സാലറി ഉണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് അത് ഇപ്പോൾ SBA ക്ലർക്ക് കിട്ടിക്കഴിഞ്ഞാൽ PO ആയിട്ട് പ്രൊമോഷൻ കിട്ടുമോ, ഞങ്ങൾ എങ്ങനെയാണ് ഇനി പ്രൊമോഷൻ കിട്ടുക, ഞങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഇൻക്രിമെൻറ്റ്, എന്തൊക്കെ അലവൻസുകളാണുള്ളത്, ഒരുപാട് ഡൗട്ടുകൾ, എത്ര രൂപ ഞങ്ങൾക്ക് ഇൻ ഹാൻഡ് കയ്യിൽ സാലറി കിട്ടും, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ്. ആ ഡൗട്ടുകളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആ ഡൗട്ടുകൾ എത്ര രൂപ കിട്ടുന്ന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. SBA ക്ലർക്ക് സാലറി, എക്സ്പെക്റ്റഡ് ഇൻക്രിമെന്റ്സ് ആൻഡ് കരിയർ ഗ്രോത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും. നമുക്ക് സാലറിയാണ് നമ്മളുടെ, അതേപോലെ നമ്മളുടെ ഊർജം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താണ് IBPSന്റെ കലണ്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ആഗസ്റ്റ് തൊട്ടാണ് എക്സാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന് മുന്നേ നമ്മുടെ SBA POയും SBA ക്ലർക്കും വരും, അതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2026 സ്റ്റാർട്ട് ചെയ്തു. ഇനി ഉത്സവമാണ് എക്സാമുകളുടെ. നമ്മൾക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ പെരുമഴക്കാലമാണ്. നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളൂ കേട്ടോ. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. SBA ക്ലർക്ക് സ്റ്റാർട്ടിംഗ് സാലറി, ഞാനൊരു നമ്മളുടെ സാലറി സ്ലിപ്പിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. സാലറി സ്ലിപ്പ് ഇവിടെ പങ്കുവെക്കുന്നില്ലെങ്കിൽ കൂടി സാലറി സ്ലിപ്പിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. നമുക്ക് ബേസിക് പേ വരുന്ന 26,730 രൂപയാണ് ബേസിക് വരിക കേട്ടോ. അതിൽ DA 17.2% നമുക്ക് വരുന്നുണ്ട് 7,161.9. ഹൗസ് റെൻ്റ് അലവൻസ് HRA, ഇപ്പോൾ നിങ്ങൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാവും, വില്ലേജ് ആണെങ്കിൽ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ഏരിയ അനുസരിച്ച് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. TA ട്രാൻസ്പോർട്ട് അലവൻസ് 880, സ്പെഷ്യൽ അലവൻസ് 7,083, സ്പെഷ്യൽ പേ, അതേപോലെ തന്നെ ഗ്രോസ് പേ. നമുക്ക് ഏകദേശം സാലറി ഒരു 46,000 രൂപ, 45,888 സാലറി ഉണ്ട്. ക്ലിയർ അല്ലേ? ചെറിയ വേരിയേഷൻ അങ്ങോട്ട് ഉണ്ടാവാൻ ഇങ്ങോട്ടും ഉണ്ടാവാം, എന്നാലും ഒരു 45,000 രൂപ നിങ്ങൾ കൂട്ടിക്കോ. അതിൽ നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് നമ്മളുടെ പെൻഷൻ സ്കീമും PF അങ്ങനത്തെ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ 6,389 രൂപയൊക്കെ ഡിഡക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 39,529 രൂപയാണ്. അതായത് ഒരു 40K, 40,000 രൂപ എന്തായാലും സാലറി കയ്യിൽ കിട്ടും. അപ്പോൾ SBA ക്ലർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം അല്ലേ? ഡിഗ്രി ഉള്ള ആൾക്ക് 21 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അപ്ലൈ ചെയ്യാമല്ലോ. നമുക്ക് ഡിഗ്രി വേണ്ടേ? അതാണ് ഞാൻ 21 എന്ന് പറഞ്ഞു. ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്തു. ഏജ് റിലാക്സേഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ആലോചിച്ച് നോക്കി, 22 വയസ്സുള്ള ആൾക്ക് സ്റ്റാർട്ടിങ് കയറുമ്പോൾ, ജോലിക്ക് കയറുമ്പോൾ 40,000 രൂപയുടെ അടുത്ത് സാലറിയാണ്. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കുറച്ച് എക്സാമുകൾ പാസ്സായാൽ മതി അല്ലേ? അപ്പോൾ നല്ല അടിപൊളി സാലറിയാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണ്. ഓക്കെ, ഇത് കൂടാതെ ഹൗസ് റെൻ്റ് അലവൻസ് ഞാൻ പറഞ്ഞു, DA, സിറ്റി അലവൻസ്, ഫർണിച്ചർ അലവൻസ് അതൊന്നും അതിലില്ല. സ്പെഷ്യൽ അലവൻസ് നമ്മൾ പറഞ്ഞു, ന്യൂസ് പേപ്പർ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ അലവൻസ്. നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ പാരൻസിന്, നിങ്ങളുടെ കുട്ടികൾക്കെല്ലാമുള്ള മെഡിക്കൽ പരിരക്ഷ ബാങ്ക് നൽകുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ്, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഫോൺ ആൻഡ് ടെലിഫോൺ, ഇത് പിന്നെ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, പണ്ടത്തെ രീതിയിൽ ഉണ്ടായിരുന്നതാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ സ്കീംസ്, ലീവ് ഫെയർ, പിന്നെ അതർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്ര അലവൻസുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കൂടാതെ ലഭിക്കുന്നുണ്ട്. ഒട്ടനവധി വേറെ മറ്റ് പല അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇൻഷുറൻസ് നമുക്ക്, പിന്നെ ഹൗസ് റെൻറ്റിൽ നമുക്ക് ഹൗസ് ലോൺ, വെഹിക്കിൾ ലോൺ, ഇതെല്ലാം നമുക്ക് ലഭിക്കുക. ഒരു ആൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ എക്സ്പെൻസ്, വീട് വയ്ക്കുക, അതേപോലെ തന്നെ വാഹനം വാങ്ങുക. അത് മൂന്നും സെറ്റാണ് ബാങ്കിൽ ജോലി കിട്ടിയാൽ അല്ലേ? ഇനി ഇൻക്രിമെൻ്റ് ആണിത്. നമുക്ക് 26,730 രൂപ കഴിഞ്ഞാൽ ഓരോ കൊല്ലവും ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് എത്രയാണ്? 28,730. സെക്കൻഡ്, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സാലറി നോക്കി 64,480 രൂപയോളായി. അപ്പോൾ അതും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹൈക്ക്. നമ്മൾ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ പോലെ തന്നെ എനിക്ക് സാലറി കൂട്ടണം, എൻ്റെ സാലറി കൂട്ടണം എന്ന് മാനേജറുടെ അടുത്ത് പറയുക, HRൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് പറയുക, അതൊന്നും ഇവിടെ ആവശ്യമില്ല. നമ്മൾ തന്നെ അറിയാതെ എല്ലാ കൊല്ലവും നിങ്ങളുടെ ഇൻക്രിമെൻറ്റ് ഇങ്ങനെ ബേസിക്കലി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇൻക്രിമെൻ്റ് എല്ലാം നമുക്ക് എല്ലാ ഇയറും നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ സാലറി ആഫ്റ്റർ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ഞാൻ പറഞ്ഞിട്ട്, ഒരു ഇൻക്രിമെൻ്റ് ഏകദേശം നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? ഒരു 1,500 രൂപയെല്ലാം അടുത്ത്, 1,500, ആ ഒരു റേഞ്ചിൽ, 2,000, 1,700, ഒരു 1,000, 1,500 രൂപയുടെ അടുത്ത് നമുക്ക് ഓരോ കൊല്ലത്തിലും കൂടി, ഓരോ ഡിപ്പെൻഡ് ആണ് കേട്ടോ. അങ്ങനെ കൂടി നമുക്ക് ഇൻക്രിമെൻ്റ് കൂടി വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് കൂടാതെ
നമുക്ക് പ്രമോഷൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. നമുക്ക് ഇൻക്രിമെൻറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും, അത് ഞാൻ അതിലേക്ക് വരാം. പ്രമോഷനാണ്. ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ യാതൊരു ടെസ്റ്റും കാര്യങ്ങളൊന്നും എഴുതാതെ ചുമ്മാ ക്ലർക്കായിട്ട് തന്നെ ജീവിതകാലം മുഴുവനും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സീനിയർ അസിസ്റ്റൻ്റ് ആവും 10 വർഷം കഴിയുമ്പോൾ, അപ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ കിട്ടും. സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആവും ഒരു 20 വർഷം കഴിയുമ്പോൾ. സീനിയർ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആവും 30+ ഇയേഴ്സ്. ഹയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അലവൻസുകളാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇങ്ങനെ നിങ്ങൾ പ്രൊമോഷൻ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി കൂടി വരും. ഇത് സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങൾ യാതൊരു പ്രൊമോഷനും എടുക്കാതെ ക്ലറിക്കൽ പോസ്റ്റിൽ തുടരുകയാണെങ്കിൽ. ഓക്കെ, ഇനി വരുന്ന കാര്യമാണ് ഇവിടെ JIIB എന്നും CAIIB എന്നും പറഞ്ഞ 2 എക്സാമുകളുണ്ട്. ഈ JIIB നിങ്ങൾ പാസ്സാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻക്രിമെൻറ്റ് കിട്ടും. നേരത്തെ പറഞ്ഞ ഇയർലി ഇൻക്രിമെൻറ്റ് കൂടാതെ ഒരു സ്പെഷ്യൽ ഇൻക്രിമെൻറ്റ് കിട്ടും. ഈ CAIIB പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇൻക്രിമെൻറ്റ് കിട്ടും. എത്ര ഇൻക്രിമെൻറ്റ് കിട്ടും? 2 ഇൻക്രിമെൻറ്റ്. ഇനി സാധാരണ ഒരു പ്രമോഷനായിട്ട് ഒരു ക്ലർക്ക് ഒരു ഓഫീസർ ആവണമെങ്കിൽ ഈ 2 എക്സാമും പാസ്സായാൽ നിങ്ങൾ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലർക്കായിട്ട് 3 വർഷത്തിനുള്ളിൽ ഈ 2 എക്സാമുകൾ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് എന്താവാം? PO ആവാം, ഓഫീസർ ആവാം, അസിസ്റ്റൻറ്റ് മാനേജർ ആവാം. അതിനുശേഷം ഓരോ 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എലിജിബിളാണ് നെക്സ്റ്റ് ലെവല്, സ്കെയിൽ 2, സ്കെയിൽ 3 എന്നൊക്കെ പറഞ്ഞ് സീനിയർ മാനേജർ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പ്രമോഷൻ നമുക്ക് ലഭിച്ചു. ഓരോ സ്കെയിൽ വൈസ് അല്ലേ, സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന് പറഞ്ഞ് നമ്മൾ പ്രമോഷൻ ഇങ്ങനെ കിട്ടി. നിങ്ങൾക്ക് ജനറൽ മാനേജർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റിലേക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറാൻ പറ്റും. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഈ 2 എക്സാമുകൾ നിങ്ങൾ എല്ലാവരും പാസ്സാവും. കാരണം നമുക്ക് 3 ഇൻക്രിമെൻറ്റ് കിട്ടുന്ന കാര്യമല്ലേ, എല്ലാവരും സുഖമായിട്ട് അത് പാസ്സാവും. അതിൻ്റെ കോച്ചിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എലിജിബിൾ ആഫ്റ്റർ 3 to 6 ഇയേഴ്സ്. നിങ്ങൾ ഈ 2 എക്സാം നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 6 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എലിജിബിളായി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാം, ക്ലറിക്കൽ ലെവലിൽ നിന്ന് ഓഫീസർ ലെവലിലേക്ക് മാറാം. ഇതാണ് സാധാരണ ഒരു സിനാരിയോ. അതിനുശേഷം ഓരോ 3 വർഷം കൂടുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് സ്കെയിലിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യത വരും. നമ്മളുടെ പെർഫോമൻസും കൂടിയും അവർ കണക്കാക്കും. നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരെ എത്താം. അതനുസരിച്ച് നിങ്ങളുടെ ഈ ബേസിക്കിൽ മാറ്റം വരും. ക്ലർക്കിൻ്റെ ബേസിക് ആയിരിക്കില്ല സ്കെയിൽ 1-ൽ, സ്കെയിൽ 2-ൽ ബേസിക് മാറും, സ്കെയിൽ 3-ൽ ബേസിക് മാറും. ഓരോ സ്കെയിലിലും സാലറി കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻക്രിമെൻറ്റും കാര്യങ്ങളും അലവൻസുകളിലും എല്ലാത്തിലും എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇന്റേണൽ എക്സാം ഞാൻ പറഞ്ഞു, പ്ലസ് ഇൻ്റർവ്യൂവും കൂടി ഉണ്ടാവും. ബാങ്കിൻ്റെ പോളിസി അനുസരിച്ച് പ്രൊമോട്ടഡ് ആസ് അസിസ്റ്റൻറ്റ് മാനേജർ സ്കെയിൽ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലർക്കിന് കിട്ടുന്ന ഹൗസ് റെൻ്റ് അലവൻസ് ആയിരിക്കില്ല ഓഫീസ് സ്കെയിൽ 1-ന്. അതേപോലെ അവർക്ക് കിട്ടുന്ന വെഹിക്കിൾ ലോൺ ആയിരിക്കില്ല, കൂടുതലുണ്ടാവും. ഓരോ ലെവലിലും അത് എന്ത് ചെയ്യും? ഹൈ ലെവലായിട്ട് ഇങ്ങനെ കൂടി വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് ഓഫീസർ ലെവൽ പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സാലറി നോക്കി, നമ്മൾ അലവൻസ് നോക്കി, ഇൻക്രിമെൻറ്റ് നോക്കി, ദെൻ നമ്മൾ സാധാരണ പ്രോസസ്സിലുള്ള പ്രൊമോഷൻ സാധ്യതകളും നോക്കി. അതുകൂടാതെ നമ്മൾ എന്താണ് സാധാരണ ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള സാധ്യത നോക്കി. അപ്പോൾ നിങ്ങൾക്ക് SBA ക്ലർക്കായിട്ട് കയറിയാൽ യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ടോപ്പിൽ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് എന്താൻ പറ്റും? പ്രൊമോഷൻ മേടിച്ച് ഏറ്റവും ഹൈ ലെവൽ വരെ നമുക്ക് പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മളുടെ കാത്തിരിക്കുന്നു SBI, IBPS, RRB, RBA റെഗുലേറ്റിംഗ് ബോഡി എക്സാമുകളുടെ കോച്ചിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കലണ്ടർ വന്നു, SBI എക്സാംസ് വരാൻ പോകുന്നു. റെഗുലേറ്റിംഗ് ബോഡി ആയിട്ടുള്ള RBA എക്സാംസ്, നബാർഡ്, അതേപോലെ തന്നെ നമ്മളുടെ SEBI, IRDA, അതേപോലെ തന്നെ നമ്മളുടെ EPFO തുടങ്ങിയ ഒട്ടനവധി എക്സാമുകൾ, ഈ ഒരേ പാറ്റേണിലുള്ള ഒട്ടനവധി എക്സാമുകൾ നമുക്ക് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം കോച്ചിങ് നിങ്ങൾക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും കോച്ചിങ് എൻട്രിയിൽ അവൈലബിൾ ആണ്. എന്താണ്? ഇൻ്റർവ്യൂ കോച്ചിങ്, ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള ഇൻ്റർവ്യൂ കോച്ചിങ്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ കോച്ചിങ്, പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ കോച്ചിങ് തുടങ്ങിയ A to Z കാര്യങ്ങൾ എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ കോഴ്സുകളെല്ലാം 2 year വാലിഡിറ്റിയോട് കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ കോഴ്സുകളെക്കുറിച്ചും അതർ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇനി നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതേപോലത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ പ്രധാനമായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്, റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ട്,
അതേപോലെ തന്നെ ഹൈലി അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് ആണ്, വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ് ക്ലാസ്സുകളെല്ലാം പോകുന്നത്. ഡെയിലി ക്യൂസുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ആക്സസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ഫോൺ നമ്പർ ജസ്റ്റ് ഒന്നുകൂടി പറയാം, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ SBI ക്ലർക്ക് ഉടനെ തന്നെ വിളിക്കും, നല്ല വേക്കൻസിയോട് കൂടി പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഒട്ടും എന്ത് ചെയ്യേണ്ട, ലേറ്റ് ആവേണ്ട, പഠനമൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടങ്ങുക. നല്ല അടിപൊളി സാലറിയാണ്, ഹൈലി പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. കേരളത്തിൽ തന്നെയായിരിക്കും പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. പഠനം തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിക്കുക. അപ്പോൾ 2026 SBI ക്ലർക്കായിട്ട് എല്ലാവരും ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്